പിറ്റേന്ന് നേഹ അവളുടെ മമ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് അവൾ തിരികെ വരികയുള്ളൂ. ലഗേജൊക്കെ എടുത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് വന്നു. അവൾ പോകുന്നത് കൊണ്ട് തന്നെ വൈശുവും വൈകിയും അവിടേക്ക് ചെന്നിരുന്നു. ശ്രീ അവൾ ഭദ്രയുടെ കൈകളിലേക്ക് പിടിച്ചു. ഭദ്ര അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കുകയായിരുന്നു. സഹോദരങ്ങളെക്കാൾ സ്നേഹവും കരുതലും ആ രണ്ട് കൂട്ടുകാർക്കിടയിലുണ്ടെന്ന് അവർക്കൊരു നിമിഷം തോന്നിപ്പോയി. ആദ്യമായിട്ടാ ശ്രീ നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എടി പെണ്ണെ, അവളെ ഹാപ്പി ആയിട്ട് യാത്ര അയക്കാൻ നോക്ക്. 10 ദിവസം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ദൂരയാത്രയ്ക്കൊന്നും പോയല്ലോ. ശ്രീ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ഡെന്നി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് ഇച്ചായൻ അങ്ങനെയൊക്കെ പറയാം. ഒരു പ്രായം മുതൽ ഒന്നിച്ചു കളിച്ച് വളർന്നവരാണ് ഞങ്ങൾ. എൻ്റെ അച്ഛനും അമ്മയും നോക്കിയതിനേക്കാൾ കൂടുതൽ എന്നെ നോക്കിയതും സംരക്ഷിച്ചതും ഇവളുടെ മമ്മിയാണ്. എൻ്റെ കൂട്ടുകാരി മാത്രമായിരുന്നില്ല, എനിക്കെൻ്റെ കൂടപ്പിറപ്പായിരുന്നു. ശ്രീ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേടി, ഞാൻ വെറുതെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഡെന്നി അവളോട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. പോട്ടെ ചേട്ടാ, അവൾ ഡെന്നിയോട് പറഞ്ഞതും അവൻ ചിരിയോടെ തലയാട്ടി. പോട്ടേന്ന് ചോദിക്കാതെ പോയിട്ട് വരട്ടേന്ന് ചോദിക്ക് ചേച്ചി. പോയിട്ട് ഇങ്ങോട്ട് വരാനോ ഉദ്ദേശമൊന്നും ഇല്ലേ? ഡോണ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തിരികെ വരാതിരിക്കുവോ? അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാനല്ലേ ഇവിടെ ആളുള്ളത്? ഡെന്നി പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു. ഡെന്നി അവളെയും ഡേവിയെയും കളിയാക്കിയതായിരുന്നു. നേഹ ഡേവിയുടെ മമ്മിയുടെ അടുത്തേക്ക് നടന്നു. അവരവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഒരു നിമിഷം അവരുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം കേട്ടോ മോളെ. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മമ്മിയുടെ കൂടെ നിൽക്കണമെന്ന് മോൾ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ മമ്മി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നാടൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നിയമ്മേ. അവൾ പറഞ്ഞതും അവർ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. സാരമില്ല, മോള് പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം വൈകിയുടെയും വൈശുവിൻ്റെ അടുത്തേക്ക് നടന്നു. വേഗം വരണേടി, നീ വരുമ്പോൾ ആൻറ്റിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. കുറച്ച് ദിവസം ആൻറ്റി ഇവിടെ നിൽക്കട്ടെ. കൊണ്ടുവരാം. നേഹ അതിന് മറുപടി നൽകി. ഡോണ പോട്ടെ. അവൾ പറഞ്ഞതും ഡോണ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കുറച്ചു മുമ്പ് ഞാൻ എൻ്റെ നാത്തൂനോട് എന്താ പറഞ്ഞത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. ഡോണ എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. സോറി, പോയിട്ട് വരട്ടെ. നേഹ പെട്ടെന്ന് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പോയിട്ട് പെട്ടെന്ന് വായോ, ഞങ്ങൾ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കും. ഡോണ അവളോട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഡേവി അവളുടെ സാധനങ്ങളും മറ്റും കാറിൽ വെച്ചു. എല്ലാവരോടും കണ്ണുകൾ കൊണ്ട് ഒന്നുകൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഡേവി ഡ്രൈവർ സീറ്റിലേക്കും. അവർ രണ്ടുപേരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. പോകുന്ന വഴി അവർ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളെ തേടിപ്പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ എത്ര ആലോചന? കുറേ നേരമായിട്ട് അവളുടെ ഭാഗത്തു നിന്നും റെസ്പോൺസ് ഒന്നും ഇല്ലാഞ്ഞതും അവൻ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണെന്ന് അറിയില്ല, എന്തോ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് പോലെ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. എന്നെ വിട്ടു പോകുന്നതുകൊണ്ടാണോ? അവൻ്റെ വക കുറുമ്പോടെയുള്ള അടുത്ത ചോദ്യം. അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ എന്താ കാരണമെന്ന് പറയാൻ കഴിയുന്നില്ല. മനസ്സിലും ശരീരത്തിലും ഒരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യുന്നു. അവൾ അവനെ നോക്കി പറഞ്ഞു. അത് നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത് കൊണ്ടാ. ഒന്നും ആലോചിക്കാതെ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ നോക്ക്. മമ്മിയുടെ കൂടെ കുറച്ച് ദിവസം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ നീ പോകുന്നത്. അവിടെ ചെന്ന് മമ്മിയെ കൂടി നീ വിഷമിപ്പിക്കരുത്. മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് മമ്മിയുടെ കൂടെ ഷോപ്പിങ്ങും മറ്റുമൊക്കെ പോയി കുറച്ച് ദിവസം അടിച്ച് പൊളിച്ചിട്ട് വാ. അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് ഒരു കാര്യത്തിന് ചെറിയൊരു പരിഭവം ഉണ്ട് കേട്ടോ. അവൻ പറഞ്ഞതും സംശയത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ വീട്ടിലേക്ക് പോകുവാണെന്ന് തീരുമാനിച്ചിട്ട് എന്നോട് അങ്ങോട്ട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓണത്തിന് എന്നെ അവിടേക്ക് വിളിക്കുമെന്ന് ഞാനും ഒന്ന് പ്രതീക്ഷിച്ചു. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. ശരിക്കും പറഞ്ഞാൽ അവൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസമായിട്ട് മമ്മിയുടെ കൂടെ നിൽക്കണമെന്ന് മനസ്സിലെന്തോ വല്ലാത്തൊരു തോന്നൽ. അതുകൊണ്ട് മമ്മിയെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടും അതിന് സമ്മതിക്കാതെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചത്. മമ്മിയും ഞാനും മാത്രം. ശ്രീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ അവൾ വിവാഹം കഴിഞ്ഞ കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. പക്ഷെ ഒരിക്കൽ പോലും ഡേവിഡ്സാനെ വിളിക്കണമെന്ന് മനസ്സിൽ തോന്നിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു നാട്ടിൻ പ്രദേശമാണ്. സിറ്റിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുന്നത്. എന്നോടൊപ്പം ഒരാൾ തൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കുന്നു എന്നറിഞ്ഞാൽ അത് പിന്നെ മറ്റ് പല രീതികളായിട്ട് മാറും. പലരും പലതും പറഞ്ഞുണ്ടാകും. 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് ഒരു പുരുഷനുണ്ടെന്നറിഞ്ഞാൽ, അതും വിവാഹം കഴിക്കാത്തൊരു കുട്ടിയുള്ളപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതുകൊണ്ടാണ് താൻ അതിനെപ്പറ്റി ചിന്തിക്കാഞ്ഞതും. എന്നാൽ പെട്ടെന്ന് അവൻ അങ്ങനെ പറയുന്നത് കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. നേഹ, അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി.
നീ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ വിളിക്കുന്നില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുകയാണോ? അവൻ സംശയത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ ദേവിച്ച അത് പിന്നെ അതൊരു നാട്ടിൻ പ്രദേശമല്ലേ, അപ്പം അവിടെയുള്ളവരൊക്കെ എങ്ങനെ കരുതുന്നതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാൻ തുടങ്ങി. മതി മതി, നീ കൂടുതൽ തപ്പിപ്പെറുക്കാൻ നിൽക്കണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പെണ്ണേ. പിന്നെ ഇതൊക്കെ നിന്നെ ചുമ്മാ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ എന്നെ മിസ് ചെയ്യുവോ, അതോ മമ്മിയെ കാണുമ്പോൾ എന്നെ മറക്കുവോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഡേവിഡ്സാൻ എന്താ തോന്നുന്നത്? അതിന് മറുപടി പറയാതെ അവൾ തിരികെ ചോദിച്ചു. നിന്റെ മറുപടിയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നതും. എന്താ ശരിയല്ലേ? കണ്ണുകൾ ചിമ്മി ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുമായി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും അവനെ ഒന്ന് നോക്കി. പിന്നെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ദേവി കുറച്ചുകൂടി മുൻപോട്ട് പോയതിനു ശേഷം കാർ സൈഡിലേക്ക് ഒതുക്കി. അത് കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നേഹ, അവൻ അരുമയായി അവളെ ഒന്ന് വിളിച്ചു. അവൾ വീണ്ടും അവനെ നോക്കി. ഞാനൊരു ഉമ്മ തന്നോട്ടെ? അവൻ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ പകച്ചിരിക്കുകയായിരുന്നു അവൾ. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ആ ശബ്ദം അവൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ഉയർന്നു. കൈകളും കാലുകളും വിറച്ചു, ബലം നഷ്ടപ്പെടുന്നത് പോലെ. ചുണ്ടുകൾ വിറകൊണ്ടു. സത്യത്തിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് എന്തു മറുപടി കൊടുക്കണമെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രമല്ലേ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ കഴിയുള്ളൂ. അതുവരെ എനിക്ക് നിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട്. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവളോട് മറുപടി പറഞ്ഞു. അതിനവളുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. മൗനം സമ്മതമായിട്ട് എടുത്തുകൊണ്ട് അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകളിലേക്ക് പിടിച്ചു. അവൾ അവൻ വെച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലേക്കും അവനെയും മാറി മാറി നോക്കി. അവൻ പതിയെ അവളുടെ വലത് കൈ തൻ്റെ കരങ്ങളിലേക്ക് എടുത്തു. അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി. പെട്ടെന്ന് ആ കൈകളിലേക്ക് അവൻ തന്നെ ചുണ്ടുകൾ ചേർത്തു. അവൾ ഞെട്ടിപ്പോയിരുന്നു. കൈ തിരികെ വലിക്കാൻ നോക്കിയെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല. അവൻ്റെ ഇടത് കൈ കൊണ്ട് അവളുടെ വലത് കൈയിൽ പിടിച്ചു. ശേഷം തൻ്റെ ഇടത് കൈ അവൻ അവളുടെ കവിളിലേക്ക് വെച്ചു. എന്തിനോ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. കവളിൽ വെച്ചിരിക്കുന്ന ആ കൈവിരലുകൾ കൊണ്ട് തന്നെ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. ഞാൻ പറഞ്ഞതാ, ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ ഒരിക്കലും ഈ കണ്ണുകൾ നിറയാൻ പാടില്ല എന്ന്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അത് സ്വീകരിച്ചു. അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ സ്പർശിച്ചത് അവളുടെ ഇരു കവിളിലുമായിരുന്നു. അപ്പോഴും അവൾ അവനെ എതിർത്തില്ല. പിന്നീട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ തൊട്ടു. അവയും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു. നെറ്റിയിലും കവളിലും സ്പർശിച്ച അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുടെ മാധുര്യം അറിയാൻ കുറിച്ചു. അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടുകളിലേക്കാണെന്ന് അറിഞ്ഞ അവളുടെ ഹൃദയമിടിപ്പ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടേയിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ മുഖം തൻ്റെ അടുത്തേക്ക് വന്നതും അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. ഇരുവർക്കും പരസ്പരം അവളുടെ നിശ്വാസം അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ യാന്ത്രികമായി അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു. അവൻ അവളുടെ കൈകളിലേക്കൊന്ന് നോക്കി. അവളുടെ ആ പ്രവൃത്തി അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അവൻ ഒരു കൈ അവളുടെ കഴുത്തിൽ വെച്ച് മറുകൈ അവളുടെ ഇടുപ്പിലും വെച്ചുകൊണ്ട് വിറയ്ക്കുന്ന ആ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവൾ തൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. ചുംബനത്തിന് തീവ്രത കൊണ്ടോ എന്തോ അവനും അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അവൻ മതിയാവോളം അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തി. അവൾ കണ്ണുകൾ രണ്ടും അടച്ചുകൊണ്ട് അവയെ സ്വീകരിക്കുകയും ചെയ്തു. എന്തിനോ അവളുടെ മിഴികൾ നിറഞ്ഞു. അവൻ്റെ ചുംബനത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരും കൂടി അലിഞ്ഞു ചേർന്നതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു. എന്താ എന്താ നേഹ, ഞാൻ ചെയ്തതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവൻ പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൾ കൈകൾ കൊണ്ട് അവൻ്റെ ചുണ്ടിനെ തടഞ്ഞിരുന്നു. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയുമ്പോൾ ഞാൻ ആരുമല്ല എന്ന് തോന്നും. അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനിത് ആഗ്രഹിച്ചിരുന്നു. അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞതും അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ശ്വാസം പോലും വിടാൻ പറ്റാത്ത വിധം അവൻ അവളെ പിടിമുറുക്കി. അവളും അവനെ അതുപോലെ ചേർത്ത് പിടിച്ചിരുന്നു. അവളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, ഒറ്റയ്ക്കാക്കില്ല എന്നൊക്കെയുള്ള ഒരർത്ഥത്തിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവനെ വിട്ടു പോവില്ല എന്ന് അവളും അവന് വാക്ക് കൊടുക്കുകയായിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തതിന് ശേഷം കാറെടുത്തു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവൻ്റെ കയ്യിൽ തൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് അവൾ ട്രെയിൻ വരുന്നത് വരെയും നിന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ഒട്ടും എനിക്ക് പറ്റില്ലാന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ പെണ്ണാണ് വലുത്, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. അവൻ പറഞ്ഞത് അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. കുറച്ച് നിമിഷം കഴിഞ്ഞതും ട്രെയിൻ വന്നു. അവൻ അവളെ ട്രെയിനിൽ അവളുടെ സീറ്റിലേക്ക് കൊണ്ടിരുത്തി. ഞാൻ കാത്തിരിക്കും, പെട്ടെന്ന് വരണം.
അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അപ്പോഴേക്കും ട്രെയിൻ എടുക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി അവളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവനും ആ ട്രെയിനിൽ നിന്നും ഇറങ്ങി. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കടന്നു പോകുന്നത് വരെ അവൾ ട്രെയിനിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവനിൽ നിന്നും ട്രെയിൻ അകന്നു പോയപ്പോൾ തന്നിൽ നിന്നും എന്തോ പറിച്ചെടുക്കുന്ന ഒരു വേദന അവൾക്കുണ്ടായി. അവൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. വൈകിട്ട് നേഹ ആ വീട്ടിൽ നിന്നും പോയതും ഒരു ശോകമുഖ അവസ്ഥയായിരുന്നു വീട്ടിൽ. ഡെന്നിയുടെ മമ്മി എല്ലാവർക്കും ഉള്ള ചായയുമായിട്ട് ഹാളിലേക്ക് വന്നു. ദേവിയും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നേഹ ചേച്ചി പോയപ്പോൾ ഈ വീട് ചത്തതുപോലെയായി. ഡേവി ചായൻ ആകെ ശോകവുമായി. ഡോണ ഒന്നും മിണ്ടാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ നോക്കി പറഞ്ഞു. അവൻ്റെ പ്രാണനാണ് പോയത്. ഡെന്നി പറഞ്ഞതും ദേവി ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. നേഹയുടെ മമ്മിയാണെന്ന് മനസ്സിലായതും അവൻ കോൾ എടുത്തു. അവളവിടെ എത്തിയെന്ന് പറയാനായിരിക്കും വിളിക്കുന്നതെന്ന് അവൻ കരുതി. എന്താ? അവൻ ചോദിക്കുന്നത് കേട്ടതും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി വിഷമിക്കാതെ, ഞാനൊന്ന് നോക്കട്ടെ. മറുവശത്തു നിന്നും അവരെന്തോ പറഞ്ഞതും അവനവരോട് മറുപടി പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ടാക്കി. എന്താടാ? ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്താ ഏട്ടാ? നേഹയുടെ മമ്മിയാണ് അവനെ വിളിച്ചതെന്ന് മനസ്സിലായത് ശ്രീയു അവനെ നോക്കി ചോദിച്ചു. നേഹ ഇതുവരെ എത്തിയിട്ടില്ല. ദേവി വെപ്രാളത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ? ശ്രീ ആവലാതിയോടുകൂടി വീണ്ടും ചോദിച്ചു. ട്രെയിൻ ചിലപ്പോൾ ലേറ്റായി കാണും. ഡെന്നി പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു. അതിനവനല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ട്രെയിൻ എത്തി, പക്ഷെ അതിലവളില്ല. ദേവി അവരെ നോക്കി വെപ്രാളത്തോടെ പറഞ്ഞതും അവൻ പറഞ്ഞ വാക്കുകളിൽ എല്ലാവരും ഒരു ഞെട്ടലുണ്ടാക്കിയിരുന്നു. എന്താ ദേവി നീ പറയുന്നത്? നീ തന്നെയല്ലേ മോളെ ട്രെയിനിൽ കയറ്റി വിട്ടത്? അവൻ്റെ മമ്മി ആവലാതിയോടുകൂടി അവനോട് ചോദിച്ചു. ആന്ന് മമ്മി, ട്രെയിൻ അവിടം വിട്ടു പോകുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേവി അവരെ നോക്കി മറുപടി പറഞ്ഞു. ചാച്ചാ, ഇനി ചേച്ചി ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിക്കാണുമോ? ചിലപ്പോൾ ട്രെയിൻ മിസ്സായി പോയതാണെങ്കിലോ? ഡോണ സംശയത്തോടെ അവനെ നോക്കി. അങ്ങനെ വരാൻ വഴിയില്ല മോളെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ ആരെങ്കിലും വിളിച്ചേനെ. ദേവി അവളെ നോക്കി വീണ്ടും പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ നേഹയ്ക്കെന്തേലും? ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശ്രീ ചേച്ചി ഇങ്ങനെ കരയല്ലേ. നേഹ ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഡോണ അവളെ സമാധാനപ്പെടുത്തി. അല്ല ഡോണ, എൻ്റെ നേഹയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതാ ഞാനും കൂടി അവളുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു. ശ്രീ സ്വയം പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് കരയല്ലേ. ഡോണ വീണ്ടും അവളെ സമാധാനിപ്പിച്ചു. ഭദ്രേ, നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. ഈ സമയത്ത് ധൈര്യമായിട്ട് വേണം ഇരിക്കാൻ. ഡെന്നി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങനെയാ ചായ സമാധാനത്തോടെ ഇരിക്കുന്നത്? എൻ്റെ നേഹയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ ഞാൻ എങ്ങനെയാ ധൈര്യപ്പെടേണ്ടത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ... അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ സങ്കടവും കണ്ണുനീരും ദേഷ്യവും കണ്ട് ഡെന്നിയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. ഡോണയെ അവളുടെ മമ്മിയൊക്കെ ശ്രീയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു.